നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 15 മുതൽ അല്ലെങ്കിൽ മിഥുനം 1 മുതൽ ചില നാളുകൾക്ക് വൻ നേട്ടങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണ് വൻ നേട്ടങ്ങളും, അപ്പോൾ ഈ മിഥുന മാസത്തിലെ സമ്പൂർണ്ണ ഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് നല്ലതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അശ്വതി നക്ഷത്രം. പുതിയ തൊഴിലവസരങ്ങൾക്ക് അനുകൂലമായ ഫലമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കാനൊക്കെ ഇവർക്ക് കഴിയുന്നതായിരിക്കും. നിശ്ചയദാർഢ്യത്തോടുള്ള കഴിവോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാനൊക്കെ സഹായിക്കും. ഗൃഹനിർമ്മാണ ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നതായിരിക്കും. വാഹനം വാങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് സംജാതമാകും. വിവാഹം, വിദേശയാത്രാ പരിപാടികളൊക്കെ ഇവർക്ക് സാധൂകരിക്കാനും സാധിക്കുന്ന സമയമായിരിക്കും മിഥുനമാസം അശ്വതി നക്ഷത്രത്തിന്. ഭരണി നക്ഷത്രം. ജീവിതത്തിന് പൊതുവെ സമൃദ്ധി ഉണ്ടാകും. കാർഷിക വിഭവങ്ങളിൽ നിന്നും ആദായങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. തൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം ഇവർക്കുണ്ടാവുന്നതായിരിക്കും. തർക്കത്തിൽ കിടക്കുന്ന സ്വത്തുവകങ്ങളൊക്കെ ഇവർക്ക് തീർപ്പായി കിട്ടാനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും മിഥുനമാസത്തിൽ കാണുന്നു. കാർത്തിക നക്ഷത്രം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആധികാരികമായി ഇടപെടുന്നതൊക്കെ സംശയത്തിനൊക്കെ ഇടവരുത്തുന്നതായിരിക്കും. ചെലവുകളിലും ആർഭാടങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. വ്യാപാരികൾ കച്ചവടത്തിൽ കൃത്യനിഷ്ഠതയും സൂക്ഷ്മതയും കാണിക്കണം. സന്താനങ്ങളെ കൊണ്ട് ഉന്നതി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതായിരിക്കും. ആരോഗ്യത്തിൽ എപ്പോഴും ശ്രദ്ധ വേണ്ട സമയവുമാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണിക്കാർക്ക് അലച്ചിലൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും. ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഇവർ ചെയ്യേണ്ടത്. കൃത്യനിർവഹണത്തിനും വീഴ്ചയൊക്കെ വരാത്താതെയൊക്കെ നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അലർജി, ആസ്മ, അസ്ഥിരോഗങ്ങൾ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാനുള്ളൊക്കെ സാധ്യതയുണ്ട്. ആരുമായിട്ടും കലഹത്തിനൊക്കെ പോവാതെ സൂക്ഷിക്കുക. വാഗ്ദോഷം വളരാതെയും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത നക്ഷത്രം മകീരമാണ്. ഇവർക്ക് ജോലിഭാരം കൂടും. മേലുദ്യോഗസ്ഥരുമായി കലഹങ്ങൾക്ക് വരാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ചെലവുകളൊക്കെ ഇവർക്ക് അധികരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കണം. പരീക്ഷകളിൽ കഠിനാധ്വാനവും വേണ്ടതായിട്ടൊക്കെ കാണുന്നുണ്ട്. തടസ്സങ്ങൾ വരാതിരിക്കാൻ നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ്. അസുഖങ്ങളൊന്നും അവഗണിക്കാതെ സൂക്ഷിക്കുക. അടുത്തത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭിന്നതയ്ക്കൊക്കെ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ദീർഘയാത്രകൾ കഴിവതും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. സുപ്രധാന കാര്യങ്ങളിൽ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നിങ്ങൾക്ക് വന്നു ചേരേണ്ട പണത്തിനൊക്കെ അല്പം കാലതാമസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പരിസരവാസികളുമായി വാക്തർക്കങ്ങളൊക്കെ വരാതെ നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് അശ്രദ്ധ പാടില്ല. ചതിയിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കൂടുതലായിട്ടുണ്ട്. പകർച്ചവാദികളൊക്കെ പിടിപെടാതെ നോക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ രംഗത്ത് ചില മ്ലാന്യതകൾക്ക് അനുഭവപ്പെടും. എന്നാൽ ദൈവാധീനത്താൽ ഇവർക്ക് കൂടുതൽ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പൂയം നക്ഷത്രം. ഇടപെട്ട് ക്ലേശങ്ങളോ ദുരിതങ്ങളോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ സാമ്പത്തിക ഭദ്രതയും കുടുംബാഭിവൃദ്ധിയും ഒക്കെ കാണുന്നുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നന്നായി കഠിനാധ്വാനം ചെയ്യണം. ഗൃഹനിർമ്മാണമൊക്കെ നടക്കുന്ന ചാൻസ് ഉണ്ട്. വാക്ദോഷം വരാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുമായോ കൂട്ടുകാരുമായൊക്കെ പിണങ്ങാനടിയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. ക്ഷമാശീലത്തോടുകൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ ഉപകരിക്കും. അന്യരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടരുത്. ചില നിഗൂഢ ശാസ്ത്രങ്ങളുടെ മനസ്സ് വ്യാപിക്കും. മകം നക്ഷത്രം. വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ജനസമ്മതി നേടാനൊക്കെ ഇവർക്ക് യോഗമുണ്ട്. പിതൃസ്വത്തുക്കൾ കൈവരുന്നതായിരിക്കും. ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് യോഗമുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രമോഷനോ പുതിയ നിയമങ്ങളോ ഉത്തരവുകളോ ഒക്കെ വരുന്നത് നിങ്ങൾക്ക് നല്ല കാലമാണ്. പൂരം. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ലാഭത്തിനും വാഹന ലാഭം എന്നിവയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരിക്കാനാവും. കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ നിന്നും പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കാം. പഠിച്ച വിഷയത്തോടനുബന്ധിച്ച ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കാനൊക്കെ യോഗമുണ്ട്. മറന്നുകിടപ്പുള്ള പല കാര്യങ്ങൾ ഓർമ്മിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രത്തിന് മത്സര പരീക്ഷകൾ പ്രതീക്ഷിക്കുന്ന വിജയമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. മഹത് വ്യക്തികളുമായി വിജ്ഞാനപ്രദമായ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടാകും. കരാറുകാർക്ക് കിട്ടാനുള്ള ധനം ലഭിക്കാനൊക്കെ, അതുപോലെ തന്നെ പുതിയ കരാറുകൾ വന്നു ചേരാനൊക്കെ അവസരം നിങ്ങൾക്കുണ്ട്. ചിത്തിര സന്താനങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി പല യാത്രകളും നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. കുടുംബത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നതായിരിക്കും. വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും. കേസുകളുടെ കാലതാമസങ്ങൾ അസ്ഥിതിയിലേക്ക് സൃഷ്ടിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ചോതി വളരെ നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കും. ശത്രുക്കൾ വർദ്ധിക്കുന്നു. ബന്ധുക്കളോ പരിസരവാസികളുമായുള്ള കലഹം വരാതെ നോക്കുന്നത് നല്ലതായിരിക്കും. യാത്രകൾ കഴിവതും കുറയ്ക്കണം. സർക്കാർ ആനുകൂല്യം വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് സന്ദർശിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. വിശാഖം എല്ലാ കാര്യങ്ങളും സമചിന്തയോടെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഇവർ. ദുഷിച്ച കൂട്ടുകളിൽ നിന്നും ലഹരി വസ്തുക്കളൊക്കെ മാറ്റുന്നത് നല്ലതായിരിക്കും. ഭക്ഷ്യവിഷബാധയൊക്കെ ഏൽക്കാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അശ്രദ്ധ കൊണ്ട് പണവും ആഭരണവും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അനിഴം ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ചുമതലകൾക്ക് ഏറ്റെടുക്കേണ്ടി വരും. അലർജി രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. സംസാരത്തിന് വളരെയധികം ശ്രദ്ധയും സൗമ്യതയും പാലിക്കേണ്ട സമയമാണത്. മുറിവ്, ചതവ് ഇവ വരാതെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തൃക്കേട്ട എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുക. സാഹസിക പ്രവർത്തികളിൽ നിന്നൊക്കെ പിന്മാറുന്നത് നല്ലതായിരിക്കും. സഹപ്രവർത്തകരുമായി രമ്യതയിൽ വർദ്ധിക്കണം. കള്ളന്മാരിൽ നിന്നും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിൽ നല്ല ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾക്ക് അലസത വെടിഞ്ഞ് പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. അടുത്തത് മൂലം നക്ഷത്രം. സന്താനങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ സമയം കണ്ടെത്തണം. വരവിൽ കവിഞ്ഞ ചെലവൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളുന്നത് നല്ലതായിരിക്കും. പൂരാടം അനാവശ്യ ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും. ചില ദുഷ്പേരുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കണം. ജോലിയിൽ വിരസത വരാതെ നോക്കുന്നത് നല്ലതായിരിക്കും. കുടുംബത്തിലോ സഹപ്രവർത്തകരോ കൂടി തർക്കമുണ്ടാകാതെ സൂക്ഷിക്കണം. ഉത്രാടം മേലധികാരിയുമായുള്ള നല്ല ബന്ധം പലവിധ ഉയർച്ചകൾക്കൊക്കെ കാരണമാകും. ചില വാക്തർക്കങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവാതെ നോക്കുന്നത് നല്ലതായിരിക്കും. ആഡംബരം ഒഴിവാക്കണം. പുണ്യതീർത്ഥ യാത്രകൾക്കൊക്കെ അവസരമുണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. കൃഷിക്കാർക്കൊക്കെ പുരോഗതിയുടെ സമയമാണ്. തിരുവോണം കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാവുന്നതായിരിക്കും. ഗൃഹനിർമ്മാണം പുരോഗമിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂല സ്ഥിതി പ്രതീക്ഷിക്കാം. തീർത്ഥാടനത്തിലും ക്ഷേത്രകാര്യങ്ങളിലൊക്കെ മനസ്സ് വ്യാപരിക്കും. മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ശോഭനമായ ഒരു ഭാവി കാണുന്നു. അവിട്ടം സാമ്പത്തിക ഇടപാടുകളൊക്കെ തർക്കം കാരണം നീളാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണവും സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കുചേരുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും മധ്യസ്ഥത വഹിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചതയം ശ്രദ്ധക്കുറവ് മൂലം ധനനഷ്ടത്തിനൊക്കെ ഇടയുണ്ട്. അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകുന്നതായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗമുണ്ട്. ദൈവാധീനത്തിൽ പല കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. വസ്തു സംബന്ധമായ ചില അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. പൂരുരുട്ടാതി സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തെ കാര്യത്തിലൊക്കെ ധനം ചെലവഴിക്കേണ്ടി വരും. എടുത്തുചാടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾക്ക് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളുമായി മനസ്സിൽ നിയന്ത്രിക്കുന്നതും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും.
കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഉത്രട്ടാതി ഉദ്യോഗത്തിൽ ഉത്തരവാദിത്തം കൂടുന്നതായിരിക്കും. പല കാര്യങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്നും മറച്ചുവെച്ച ചെയ്യുന്ന പ്രവണതകൾ അപകടത്തിലാക്കും. വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടാകുന്നതായിരിക്കും. പണം കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നതിൽ നല്ല ശ്രദ്ധ വേണം. പകർച്ചവ്യാധികൾ പിടിപെടാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് അവസാനത്തെ നക്ഷത്രമായ രേവതിയാണ്. രേവതിക്കാർക്ക് മടിയും അലസതയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ധനമിടപാടിലും പ്രവർത്തന മേഖലയിലേക്ക് സൂക്ഷ്മമായ ഇടപെടലുകൾ ശ്രദ്ധ വേണം. അപരിചിത വ്യക്തികളിൽ നിന്ന് വഴി കുടുംബകലഹത്തിനൊക്കെ സാധ്യതയുണ്ട്. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം. അലസത വിടുകയും ആരോഗ്യകാര്യത്തെ നന്നായി ശ്രദ്ധിക്കുകയും വേണം. ഈ മിഥുനമാസത്തിൽ എല്ലാവർക്കും നല്ലതും ശുഭകരമായ യോഗങ്ങളും ആഗ്രഹിച്ചതെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.